ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ തിരക്ക് പിടിച്ചത് കഴിഞ്ഞ ആഴ്ചത്തെ പോലെ തന്നെ ഇന്ന് 2 കല്യാണമുള്ള ഒരു ദിവസം കേട്ടോ. കഴിഞ്ഞ ആഴ്ച വൈകുന്നേരം ആണെങ്കിൽ ഇന്ന് 2 ഉച്ചയ്ക്കാട്ടോ. അപ്പോൾ പിന്നെ നമ്മുടെ മദർസ കുട്ടികളൊക്കെ എത്തിക്കണം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ അല്ലുവിൻ്റെ പോയിട്ട് ഒന്ന് കുളിച്ച് റെഡിയാകാൻ പറയണം. പിന്നെ നമുക്കൊരു മാംഗോ പുഡിങ്ങും ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ അല്ലുവേ വേഗം പോയി കുളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ താഴേക്ക് പോയി ഇനിയിപ്പോൾ മാംഗോ പുഡിങ്ങിനുള്ളത് 4 മാങ്ങ, 1 ഗ്ലാസ് പാൽ വേണം കേട്ടോ. പിന്നെ പഞ്ചസാര 1 കപ്പ്, 1 ഗ്ലാസ് പാലും എടുത്ത് വെച്ചിരിക്കണം. അപ്പോൾ ഇതൊക്കെ റെഡിയായി. പിന്നെ ബ്രെഡും വേണം കേട്ടോ ഇതിന്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് മാങ്ങയൊക്കെ ചെറുതായി കട്ട് ചെയ്തിട്ട് ഒന്ന് ജാറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇനിയിപ്പോൾ മാങ്ങയൊക്കെ അങ്ങോട്ട് ഇട്ട് പിന്നെ പഞ്ചസാര അതിലിട്ടു. പിന്നെ 1/2 ഗ്ലാസ് പാൽ ഇതിൽ ഒഴിച്ചിരിക്കണം കേട്ടോ. ഇത് നന്നായി ഒന്ന് അടിച്ചെടുക്കണം. നന്നായി ഒന്ന് അടിച്ച് പേസ്റ്റ് രൂപത്തിലാവുമ്പോൾ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്തു, 1/2 ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ആക്കിയിട്ട് അവിടെ വെച്ചിരിക്കണം. ഇനി ഇതിൽ ബ്രെഡ് മുക്കിയിട്ടാണ് നമുക്കതിൽ ഫില്ലപ്പാക്കാൻ വെക്കുമ്പോഴതിൽ വെക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇത് അങ്ങോട്ട് അവിടെ സെറ്റാക്കാൻ വേണ്ടി അവിടെ മാറ്റി വെച്ചു. ഇനി വേണ്ടത് വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. വിപ്പിംഗ് ക്രീം നമുക്ക് കുറച്ചൊന്ന് ഒരു നല്ല ലൂസും അല്ല എന്നാൽ നല്ല ടൈറ്റും അല്ല, അങ്ങനെ ഒരു വിധത്തിലാക്കി വെക്കണം കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മാങ്ങ അടിച്ചു വെച്ചതല്ലേ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇടാം. എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ഈ വിപ്പിംഗ് ക്രീമിന് ഒരു മാംഗോൻ്റെ ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളിയായിരിക്കുമല്ലോ. അപ്പോൾ അതങ്ങോട്ട് ഒക്കെ ഒന്ന് നന്നായി ഒന്ന് സെറ്റാക്കിയിട്ട് അവിടെ മാറ്റി വെച്ചിരിക്കണം കേട്ടോ. അപ്പോൾ പഞ്ചസാരയും പാലും ഒക്കെ ഇട്ടിട്ട് പാൽ കുറച്ചും കൂടി ഒഴിച്ചിട്ട് അവിടെ നമ്മൾ മാറ്റി വെച്ചിട്ടായിരുന്നല്ലോ നേരത്തെ. അതിലേക്ക് നമുക്ക് ബ്രെഡൊക്കെ അങ്ങോട്ട് മുക്കി നമുക്ക് ആവശ്യത്തിന് ആക്കാനുള്ള പാത്രത്തിൽ അതങ്ങോട്ട് വെക്കാം കേട്ടോ. അങ്ങനെ താഴെ അങ്ങനെ ഫില്ലപ്പാക്കി എല്ലാം അവിടെ അങ്ങോട്ട് റെഡിയാക്കി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ മാംഗോ ഒക്കെ ആക്കിയിട്ട് വിപ്പിംഗ് ക്രീം അവിടെ വെച്ചിട്ടുണ്ടല്ലോ, ആ വിപ്പിംഗ് ക്രീം എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെ വിപ്പിംഗ് ക്രീമൊക്കെ അങ്ങോട്ട് ഫില്ലാക്കി അങ്ങോട്ട് വെക്കാം. ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, കഴിച്ചാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇപ്പോൾ മാങ്ങയും ചക്കയും മാങ്ങേൻ്റെ ഒക്കെ സീസണല്ലേ, അപ്പോൾ ഇത് അങ്ങോട്ട് മാങ്ങ ആക്കി അടിപൊളിയായിരിക്കുമല്ലോ. പിന്നെ ഞാൻ കുറച്ച് ഒരു 2 മാങ്ങ എടുത്തിട്ട് ചെറുതായി അരിഞ്ഞ് വെച്ചതുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവിടെയും ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ മാങ്ങ കഷ്ണങ്ങൾ. അപ്പോൾ നമുക്കിങ്ങനെ ഈ കഴിക്കുന്ന ഇടയിൽ ഇങ്ങനെ ഓരോ മാങ്ങ കഷ്ണങ്ങൾ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ഒരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ പിന്നെ അതൊക്കെ എല്ലാവിടെയും ആക്കി കഴിഞ്ഞ് പിന്നെ ബ്രെഡ് നമ്മൾ ഫസ്റ്റിൽ ചെയ്തില്ലേ ആ ഇതിൽ മുക്കി എടുത്തിട്ട് ബ്രെഡ് അതേപോലെ തന്നെ ഇതിൻ്റെ മേലേക്ക് പിന്നെയും ചെയ്ത് വെക്കാം. അതൊക്കെ അങ്ങോട്ട് ഫില്ലാക്കിയപ്പോൾ പിന്നെ നമ്മുടെ മാംഗോ ആ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ അത് ഇതിൻ്റെ മേലൊക്കെ ആക്കിയിട്ട് പിന്നെ നമുക്ക് ആ ഫസ്റ്റ് ചെയ്ത സ്റ്റെപ്പ് തന്നെ ചെയ്ത് വരാം. ഇനി ഇതിൻ്റെ മേലെ ചെറുതായി അരിഞ്ഞു വെച്ച മാങ്ങ കഷ്ണങ്ങളും ഇട്ട് കൊടുക്കാം കേട്ടോ. മാങ്ങ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം വിപ്പിംഗ് ക്രീം മേലെ വെച്ചു. പിന്നെ ഞാൻ ഇതിൽ നിന്ന് കുറച്ച് നമ്മൾ അടിച്ചു വെച്ച മാങ്ങൻ്റെ ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ അലങ്കാര പണികളൊക്കെ ആയിട്ട് മേലൊക്കെ അങ്ങനെ റെഡിയാക്കി വെച്ചിട്ട് നിങ്ങളുടെ കഴിവിനനുസരിച്ചിട്ട് നിങ്ങളും ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മളങ്ങനെ ഫ്രിഡ്ജിൽ അത് സൂക്ഷിക്കുകയൊക്കെ ചെയ്ത് പിന്നെ കല്യാണത്തിനുള്ള ഒരുക്കമൊക്കെ ആയിട്ടോ എല്ലാവരും ഒരുങ്ങി റെഡിയായി അവിടെ വന്നു കേട്ടോ. നമ്മുടെ അല്ലൂസ് മുമ്പിൽ ഷൂവൊക്കെ ഇടാനുള്ള ഇതിലാട്ടോ മുമ്പിൽ ഇരിക്കണം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ കുറുമ്പിയും എത്തി. ഇപ്പോൾ കുറുമ്പി രാവിലെ ഒരേ കരച്ചിലായിരുന്നു, എനിക്ക് ഈ ഡ്രസ്സ് വേണ്ട, ആണുങ്ങൾ ഇടണ പോലത്തെ ഡ്രസ്സ് മതി അത്ര ഷർട്ടിനെ പറയുന്ന കേട്ടോ ആൾ. പിന്നെ നമ്മളൊക്കെ പറഞ്ഞ എല്ലാവരും പറഞ്ഞു ഷാറൂഖ് ഖാൻ്റെ പോലെ ഉണ്ട്, സുന്ദരിയാണ്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് മയക്കി അതിനെ കൊണ്ടുവന്ന് വെക്കട്ടോ. പിന്നെ നമ്മളങ്ങനെ കല്യാണത്തിന് എത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചേച്ചിമാരൊക്കെ വരിയായി നിൽക്കുക കേട്ടോ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ സദ്യയൊക്കെ നമ്മൾ കഴിച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ എടുക്കാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളുടെ ഒക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത കല്യാണത്തിന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പോയി. പിന്നെ അവിടെയൊക്കെ എത്തിയപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്നപ്പോൾ ഉണ്ട് നമ്മുടെ UDF സ്ഥാനാർത്ഥി നമ്മുടെ ശ്രീകണ്ഠൻ അവിടെ എത്തിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കുറുമ്പി അത് കണ്ടിട്ട് ശ്രീകണ്ഠൻ വന്നു കൈയൊക്കെ കൊടുത്തുട്ടോ കുറുമ്പിക്ക്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞതും ശ്രീകണ്ഠൻ തിരിച്ചു പോകാൻ നിൽക്കുമ്പോൾ നമ്മുടെ അങ്കുവും നമ്മുടെ കുറുമ്പിയും ഒരു ഫോട്ടോ എടുക്കണം അത്ര ശ്രീകണ്ഠനെ നിർത്തിയിട്ട്. അപ്പോൾ അതിന് വേണ്ടി പോകുക. അപ്പോൾ നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ഇപ്പോൾ അവർ എന്താണ് പോസ്റ്ററിലൊക്കെ കണ്ടും ഒക്കെ ആണല്ലോ അല്ലേ നമ്മുടെ കുഞ്ഞു മക്കൾ അവരെ പരിചയപ്പെടുന്നത്. അപ്പോൾ അവർക്ക് ആ ഫോട്ടോയിൽ കണ്ട ആ പരിചയം അവർ നമ്മളെ മുതിർന്നവരുടെ പോലെ പാർട്ടിയോ ചിഹ്നോ ഒന്നുമില്ല അവർക്ക്. ഇന്നവരെ കണ്ടാൽ വന്നിട്ട് അവർ പോകും. അപ്പോൾ നമ്മൾ ശ്രീകണ്ഠനെ കണ്ട് അവർക്കൊരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ ഒരു ആശ. അപ്പോൾ പോയി ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഫോൺ ഓഫായിട്ടോ.
പിന്നെ ഇക്കാൻ്റെ അനിയൻ ഫോണൊക്കെ മാറ്റി അവൻ ഫോണൊക്കെ ഓണാക്കിയിട്ട് കൈ കൊടുത്തു കേട്ടോ. പിന്നെ അങ്ങനെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടാണ് രണ്ടും വന്നിക്കണത് കേട്ടോ അവിടുന്ന്. അപ്പോൾ അത് അവർക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. അങ്ങനെ എടുത്തൊക്കെ അതൊക്കെ കഴിഞ്ഞാൽ അതിപ്പോൾ ഇവർ വരുമ്പോൾ അവൻ്റെ മുഖത്ത് കാണുന്നുണ്ട് എന്തായിരുന്നു സന്തോഷം ഞങ്ങൾ എടുത്തു എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മളങ്ങനെ വീടെത്തി. പിന്നെ എൻ്റെ താത്താൻ്റെ അങ്ങോട്ട് പോകാൻ വെച്ചിട്ടുണ്ടാവുക. അപ്പത്തിന് ഇവിടെ ഒരാൾ നല്ല ഉറക്കം കണ്ണാടിയൊക്കെ വെച്ച് സുഖമായി ഉറക്കത്തിലാട്ടോ. പിന്നെ താത്താൻ്റെ അവിടെയൊക്കെ പോയി നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ പാർസൽ ഇക്കാക്ക് അയക്കാണ്ടായിരുന്നു. അപ്പോൾ ഇക്ക പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അല്ലൂസ് ഇപ്പാനെ നന്നായി സഹായിക്കുക കേട്ടോ. ഇതൊക്കെ ഡോറൊക്കെ തുറന്നതിനൊക്കെ അതൊക്കെ പൂട്ടുക അങ്ങനത്തെ പരിപാടിയൊക്കെ കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീടെത്തി കേട്ടോ. വീടെത്തി ഇനി നമ്മുടെ മാംഗോ പുഡിങ്ങൊക്കെ ഒന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് പാത്രത്തിലൊക്കെ ആക്കി കഴിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ. ഇനി കാണും വരയ്ക്കും ടാറ്റാ.